തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിലെ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. കായംകുളം നഗരസഭയിലെയും ദേവികുളങ്ങര പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടത്തിയത്. ദേശീയ ജനാധിപത്യ സഖ്യം കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പരിധിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ഇതനുസരിച്ച് കായംകുളം നഗരസഭ 1-ാം വാർഡായ ടൗൺ UPSൽ സന്തോഷ് കുമാർ, 4-ാം വാർഡായ മുഹമ്മദീൻ പള്ളിയിൽ ദിവ്യ, 12-ാം വാർഡ് എരുവയിൽ ഐസക്, 13-ാം വാർഡായ കാക്കനാട് S. സദാശിവൻ, 18-ാം വാർഡായ കൊയ്പ്പള്ളി കാരാഴ്മയിൽ വിജയലക്ഷ്മി, 21-ാം വാർഡായ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ശ്രീകുമാർ, 24-ാം വാർഡായ പുള്ളിക്കണക്കിൽ രഞ്ജിത്ത് R, 26-ാം വാർഡായ ചേരാവള്ളി വടക്ക് മുരളീധരൻ പിള്ള, 27-ാം വാർഡായ ചേരാവള്ളിയിൽ ശ്രീദേവി, 29-ാം വാർഡായ മേനാതേരിയിൽ ഗിരിജ മുരളി, 34-ാം വാർഡായ ചിറക്കടവത്ത് BDJSലെ അനന്തു, 40-ാം വാർഡായ ഹോമിയോ ആശുപത്രിയിൽ R. രജിത്ത്, 41-ാം വാർഡായ കോട്ടക്കടവിൽ ശബരിനാഥ്, 44-ാം വാർഡായ കണ്ണമ്പള്ളിയിൽ ശരണ്യ കനീഷ് എന്നിവർ മത്സരിക്കും. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകളിലെയും കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. പത്തിയൂർ വാർഡ് 17 വേരുവള്ളി ഭാഗത്ത് ദിവ്യ പ്രദീപ്, 18-ാം വാർഡായ മലമേൽ ഭാഗത്ത് നിതീഷ് അശോകൻ എന്നിവരാകും മത്സരിക്കുക. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. വാർഡ് 4-ആയ വടക്കേ ആഞ്ഞിലിമൂട്ടിൽ ഐശ്വര്യ ശ്രീകുമാർ, വാർഡ് 5-ആയ തെക്കേ ആഞ്ഞിലിമൂട്ടിൽ R. രാജേഷ്, വാർഡ് 8-ആയ ക്ലാശ്ശേരിയിൽ S. അരുൺ, വാർഡ് 9-ആയ കളിയിക്കശ്ശേരിയിൽ ജയന്തി ഗോപാൽ എന്നിവർ മത്സരിക്കുമെന്ന് BJP കായംകുളം മണ്ഡലം പ്രസിഡന്റ് R. വിനോദ് അറിയിച്ചു. CDNet ന്യൂസ് കായംകുളം.